ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ ഷാനവാസിൻ്റെ കേസ് പറഞ്ഞ് വീണ്ടും വഴക്കുണ്ടാക്കുന്ന കണ്ടസ്റ്റൻസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ കാരണമാണ് അയാൾ ഇപ്പോഴും ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എന്നുള്ള രീതിയിലാണ് നൂറ പറയുന്നത്. എന്ത് ചീപ്പായിട്ടുള്ള വർത്തമാനമാണ് പറയുന്നത്, നോൺസെൻസ്, താൻ എന്തറിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ള രീതിയിലാണ് നെവിൻ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് പോയിട്ടുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് പറയുമോ എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പം അതിൽ പറയുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ കാരണങ്ങൾ കൊണ്ട് തന്നെയല്ലേ അയാൾക്ക് ആ ഒരു സമയത്ത് ഒരു സ്ട്രെസ്സ് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് പുറത്തായത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ഞാൻ കാരണമാണ് സ്ട്രെസ് ഉണ്ടായി എന്നുള്ള രീതിയിൽ ഇവിടെ തിരിച്ച് നെവിൻ ചോദിക്കുന്നുണ്ട്. അപ്പം അല്ല, നിങ്ങൾ രാവിലെ ഫുഡ് കൊടുക്കാത്തത് കൊണ്ടാണല്ലോ ഈ പ്രശ്നം ഉണ്ടായത്, അപ്പോൾ എന്തിനാണ് എൻ്റെ അടുത്തോട്ട് മാത്രം വരുന്നത്? ഓക്കെ, ഫുഡ് കൊടുത്തില്ല എന്ന് പറയുന്നു, പക്ഷേ എന്തിനാണ് എൻ്റെ അടുത്തോട്ട് ആ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിലാണ് നെവിൻ ചോദിക്കുന്നത്. അല്ല, നിനക്ക് പ്രത്യേകിച്ച് കണക്ഷനൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്. ഇല്ല, എനിക്ക് അയാളായിട്ട് ഒരു കണക്ഷനും ഇല്ല എന്നുള്ള രീതിയിലാണ് നെവിൻ പറയുന്നത്. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വിഷമം വല്ലാകുകയല്ല, അയാൾ പുറത്തായി പോയി കഴിഞ്ഞാൽ. ഇല്ല, അങ്ങനെ ആയി കഴിഞ്ഞാൽ വിഷമവും, അങ്ങനെയാണെങ്കിൽ ഞാനും പോകാൻ റെഡിയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ഷാനവാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെയാണ്, ആ ഒരു ഇഷ്യൂ ഉള്ള ആൾക്കാരൊക്കെ തന്നെ ഇങ്ങനൊരു ഗെയിമിലോട്ട് കളിക്കാൻ വരുമ്പോഴത്തേക്ക് അത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനും കൂടെ ഒരു പാടാണ് അങ്ങനെയുള്ള ആൾക്കാരെ നേരിട്ട് കളിക്കുക എന്ന് പറയുന്നത്. എന്തായാലും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഇവിടെ നൂറേനാണെങ്കിലും പറയില്ല, ആ രീതിയിലുള്ള വർത്തമാനം ഒന്നും പറയില്ല, അത് വളരെ മോശമാണ്, ഞങ്ങൾ കാരണമാണ് പോയത് എന്നുള്ള രീതിയിൽ. പിന്നെ അല്ലാതെ നിങ്ങളെല്ലാം പിന്നെ വേറെ ആരെങ്കിലും കാരണമാണ് എന്നുള്ള രീതിയിൽ തിരിച്ച് ചോദിക്കുന്ന നൂറേനെ നമുക്കിപ്പോൾ ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു.